തൃശ്ശൂരിലെ സാംസ്കാരിക നഗരിയാണ്. തൃശ്ശൂരിലേക്ക് പോയാൽ ഒരു ബഹുമുഖ പ്രതിഭയുടെ വിഷു വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ജീവിതം കലയ്ക്കായി മാറ്റിവെച്ച കേരളത്തിന്റെ സ്വന്തം കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി ആശാന്റെ വിഷു വിശേഷങ്ങളിലേക്കാണ് ഇത്. കുചേലവൃത്തത്തിലെ കൃഷ്ണനായും കല്യാണ സൗഗന്ധികത്തിലെ ഹനുമാനായും നളചരിതത്തിലെ ബാഹുകനായും അങ്ങനെ എത്ര വേഷങ്ങൾ. ഒരു വ്യാഴവട്ടം നീണ്ട കളിയരങ്ങിലെ വിസ്മയത്തിന് ശേഷം തൃശ്ശൂരിലെ വീട്ടിലേക്ക് മറ്റൊരു വിഷുപ്പുലരി എത്തുമ്പോൾ ആശാൻ കഴിഞ്ഞുപോയ കാലത്തെ ഓർക്കുകയാണ്. പച്ചയും കത്തിയും ഇട്ടു തുടങ്ങിയ വർഷം ഉൾപ്പെടെ കഴിഞ്ഞുപോയ വിഷുക്കാലത്തെ ഓർമ്മകളെപ്പറ്റി ആശാൻ പറയാനുള്ളത് താൻ അനുഭവിച്ച ജീവിത ക്ലേശങ്ങളെപ്പറ്റി, ദാരിദ്ര്യത്തെപ്പറ്റി, വിഷു കൈനീട്ടത്തിനായി കൊതിച്ച നാളുകളെപ്പറ്റി. വിഷു എന്ന് കേട്ടാൽ കൈനീട്ടം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ആണ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുക. എനിക്ക് ആ പ്രതീക്ഷ ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കാരും തരാണ്ടായിരുന്നില്ല. വിഷു കൈനീട്ടം എനിക്ക് തരാണ്ടായിരുന്നില്ല. അതിനുള്ള സാമ്പത്തിക ശേഷി എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വിഷമങ്ങൾ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. ഓരോ വിഷുവും ജീവിതത്തിൽ സമ്മാനിച്ചത് പുത്തൻ അനുഭവങ്ങൾ. അരങ്ങിൽ നിന്നൊഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ വിഷു എങ്ങനെ? അതിൻ്റെ ഭാര്യയും മക്കളും കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം സാധാരണമാതിരി ഒരുവിധം സന്തോഷത്തോട് കൂട്ടിയിട്ട് കണിയൊരുക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ചെയ്യും. കാലം ഇനിയും ഉരുളും, വിഷു വരും, തിരുവോണം വരും. ഈ വാക്കുകൾ പോലെയാണ് ഗോപി ആശാന്റെ ഊർജം. ജീവിത സായാഹ്നത്തിൽ അസാമാന്യ മനഃശക്തിയിൽ മുന്നോട്ട് പോവുകയാണ് ഗോപി ആശാൻ. കലാമണ്ഡലം ഗോപി ആശാൻ. പച്ച, കത്തി, താടി, മിനുക്ക്, കരി എല്ലാ അരങ്ങിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞുള്ള ആദ്യത്തെ വിഷുവാണ് കലാമണ്ഡലം ഗോപി ആശാനെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും വലിയ ഒരു അനുഭവങ്ങളാണ് നമ്മളോടൊപ്പം പങ്കുവെക്കുകയും ചെയ്തത്. എല്ലാ മലയാളികൾക്കും വിഷു ആശംസകൾ നേർന്നിട്ടുമുണ്ട്. ഞാനും എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ കുടുംബാംഗങ്ങൾക്കും, എല്ലാ ജനതയ്ക്കും, കഥകളി പ്രേമികൾക്കും എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊള്ളുന്നു. നമസ്കാരം. തൃശ്ശൂരിൽ നിന്ന് ബിനേഷ് ബാബുരാജിനൊപ്പം YS അഭിനന്ദ്, 24.